ഈസി മാത്സിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഹയർ സെക്കൻഡറി +2 മാത്തമാറ്റിക്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററായ 13ാമത്തെ ചാപ്റ്റർ പ്രോബബിലിറ്റി, ഇതാണ് നമ്മളിന്ന് ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞതാണ്. സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ടോട് കൂടി ഈ ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ഈ ചാപ്റ്റർ നമ്മൾ ചെയ്യുന്നത് റിവിഷൻ മൊഡ്യൂളായിട്ടാണ്. അതായത് ഇപ്പോൾ എക്സാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഉള്ള ഒരു പ്രത്യേക പാക്കേജായിട്ടാണ്, ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേസ് തിയറം. നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്തത് കണ്ടീഷണൽ പ്രോബബിലിറ്റി കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ശേഷം മൾട്ടിപ്ലിക്കേഷൻ തിയറം ചെയ്തു. അതോടൊപ്പം ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്, ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഫിനിഷ് ചെയ്ത് അതിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. ഇത് നമ്മൾ ബേസ് തിയറം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ ഒരു മിഡിൽ പോർഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ബേസ് തിയറം. ബേസ് തിയറം നമ്മൾ പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ്, പാർട്ടീഷൻ ഓഫ് എസ്, അതേപോലെ തിയറം ഓൺ ടോട്ടൽ പ്രോബബിലിറ്റി, ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതിൽ നിന്നാണ് നമ്മൾ ബേസ് തിയറത്തിലേക്ക് വരും. ഇവിടെ ഞാനൊരു ചിത്രം വരച്ചിട്ടുണ്ട്. ഇതൊരു സാമ്പിൾ സ്പേസിനെ കാണിക്കുന്ന ഒരു ഓവൽ ഷേപ്പാണ്. ഒരു സാമ്പിൾ സ്പേസ് ആണ്, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിനെ. അതിനെ ഞാൻ ഒരു 5 ഇവൻറ്റുകളാക്കിയിട്ട് വിഭജിച്ചിട്ടുണ്ട്. E1, E2, E3, E4, E5 ഇതൊക്കെ ഇവൻറ്റുകളാണ്. ഈ ഇവൻറ്റുകൾ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. 2ൽ കൂടുതൽ എത്ര ഇവൻറ്റുകളാക്കിയിട്ടും ചെയ്യാം. En വരെ പോകാം. ഇത്രയും ഇവൻറ്റുകൾക്ക് നമുക്ക് പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറയണമെങ്കിൽ, ഇവർക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകളൊന്നും ശ്രദ്ധിക്കുക. ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല, ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഇവൻറ്റുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവയൊക്കെ പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആണ്. പെയർ വൈസ് ഡിസ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആർക്കും ഏത് 2 എടുത്താലും കോമൺ എലമെൻറ്റ്സ് ഇല്ല. ഒരു എക്സാമ്പിളിന് ഈ E3 എന്ന് പറയുന്ന ഇവൻറ്റ് ഞാൻ ഇതിലൂടെ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ E2നും E3ക്കും ഇവിടെ ഒരു കോമൺ റീജിയൺ വന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ E2, E3 ഈ 2 സെറ്റുകൾ, ഈ 2 ഇവൻറ്റുകൾ ഡിസ്ജോയിൻ്റ് അല്ല, അവർക്ക് കോമൺ എലമെൻറ്റ്സ് ഉണ്ട്. E2ൻ്റെയും E3യുടെയും ഇൻ്റർസെക്ഷൻ എടുത്താൽ നമുക്ക് 5 കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ ഇവൻറ്റുകൾ പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇവ ഓരോന്നും പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത, ഇവ എല്ലാ ഇവൻറ്റുകളും എക്സോസ്റ്റീവ് ആയിരിക്കണം. എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇവയെല്ലാം കൂടെ ചേർന്നാൽ സാമ്പിൾ സ്പേസ് ഫുള്ളായിരിക്കണം. അതായത് ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ഇവൻറ്റ് കൊടുത്തു, ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല. അതായത് ഈ 5 ഇവൻറ്റുകൾ ചേർന്നാൽ ഈ സാമ്പിൾ സ്പേസ് കംപ്ലീറ്റ് ആകുന്നില്ല, ഇവിടെ കുറച്ച് സ്പേസ് ബാക്കിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് അല്ല, അതുകൊണ്ടും ഇത് പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് അല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഭാഗം ഞാനിവിടെ കൊടുക്കുന്നില്ല. ഈ 5 ഇവൻറ്റുകളോട് കൂടി ഈ സാമ്പിൾ സ്പേസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് എക്സോസ്റ്റീവ് ആണ്. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. പെയർ വൈസ് എടുത്തു കഴിഞ്ഞാൽ ഡിസ്ജോയിൻ്റ് ആണ്, പിന്നെ ഇവ എക്സോസ്റ്റീവ് ആണ്. മറ്റൊരു കാര്യം, മൂന്നാമത്തെ പ്രത്യേകത, ഇതിൽ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി >0 ആയിരിക്കണം. അതായത് ഈ ഇവൻറ്റുകളിൽ 5 ആയിട്ടുള്ള ഇവൻറ്റുകൾ ഉണ്ടാവാൻ പാടില്ല. 5 ആയിട്ടുള്ളൊരു ഇവൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, നൾ സെറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബബിലിറ്റി 0 ആണ്. പ്രോബബിലിറ്റി 0ത്തേക്കാൾ വലുതായിരിക്കണം ഓരോന്നിൻ്റെയും. ഈ 3 പ്രത്യേകതകൾ അടങ്ങിക്കഴിഞ്ഞാൽ ഇത് പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് തിയറം ഓൺ ടോട്ടൽ പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. തിയറം ഓൺ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 പാർട്ടീഷനുകളിൽ എത്രയും ആവാം പാർട്ടീഷൻ, 5 പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസിൽ ഞാൻ ഇനി മറ്റൊരു ഇവൻറ്റ് ഇവിടെ എക്സ്ട്രാ എടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ കറക്റ്റ് റൗണ്ടിലൊരു ഇവൻറ്റ് എടുത്തു, എ എന്ന് പേര് കൊടുത്തു ആ ഇവൻറ്റിന്. ഈ എ എന്നുള്ള ഇവൻറ്റ് ഈ പാർട്ടീഷനിൽ പെട്ടതല്ല, അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം എ പലരുമായിട്ടും കോമൺ എലമെൻറ്റ്സ് ഉണ്ട്. E3മായിട്ടും E5ആയിട്ടും E4 ആയിട്ട് ഈ എക്ക് കോമൺ എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഈ എ എന്ന് പറയുന്നത് ഒരു 6ാമത്തെ പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് അല്ല. പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് ഇതിനകത്ത് 5 ഉള്ളൂ. എ എന്ന് പറയുന്നത് ഈസ് എനി ഇവൻറ്റ് ഓഫ് ദി സെയിം സാമ്പിൾ സ്പേസ്. ഇതേ സാമ്പിൾ സ്പേസിലുള്ള മറ്റൊരു ഇവൻ്റ് ആണ് എ. അങ്ങനെയാണെങ്കിൽ ഈ 5 പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് വെച്ചുകൊണ്ട് എയുടെ പ്രോബബിലിറ്റി കാണാൻ ഒരു ഫോർമുല ഉണ്ട്. അതാണ് തിയറം ഓൺ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. എയുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ P ഓഫ് എ ഇസ് ഈക്വൽ ടു P ഓഫ് E1 into P of A bar E1 plus
P of E2 into P of A bar E2 plus etc 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 plus P of E5 into P of A bar E5. ഈ A bar E5 എന്ന് പറഞ്ഞാൽ A given E5, അതായത് കണ്ടീഷണൽ പ്രോബിലിറ്റി. ഇങ്ങനെ ടോട്ടൽ ചെയ്തിട്ടാണ് എൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. അതുകൊണ്ടാണ് തിയറം ഓൺ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് വരുന്നത്. ഇതിനെ നമ്മൾ ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതാറുണ്ട്. P of A is equal to sigma I is equal to 1 to n of P of EI into P of A given EI. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഐക്ക് 1 മുതൽ n വരെ കൊടുത്തിട്ട് സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചെയ്യുക. ഈ ഫോർമുലയ്ക്കാണ് നമ്മൾ തിയറം ഓൺ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുക. ഇനി നമുക്ക് എന്താണ് ബേസ് തിയറത്തിൽ പറയുന്നത് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ ഇത്രയും പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസും ഉണ്ട്, അതോടൊപ്പം തന്നെ എ എന്നുള്ള ഒരു ഇവൻറ്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസിൽപ്പെട്ട ആരെങ്കിലും ഒരാളുടെ പ്രോബബിലിറ്റി, എക്സാമ്പിളായിട്ട് ഞാൻ E2ൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അണ്ടർ ദ കണ്ടീഷൻ എ, പ്രത്യേകം ശ്രദ്ധിക്കുക, അണ്ടർ ദ കണ്ടീഷൻ എ എന്ന് പറഞ്ഞാൽ ഇതിൽ എ എന്ന ഇവൻറ്റ് ഒക്കർ ചെയ്തതിന് ശേഷം E2ൻ്റെ പ്രോബിലിറ്റി അല്ലെങ്കിൽ E3യുടെ അല്ലെങ്കിൽ E5ൻ്റെ അല്ലെങ്കിൽ E4ൻ്റെ അല്ലെങ്കിൽ E1ൻ്റെ പ്രോബിലിറ്റി കാണാൻ ഒരു ഫോർമുലയുണ്ട്. അതാണ് ബേസ് തിയറത്തിൽ വരുന്ന ഫോർമുല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത് കണ്ടുപിടിക്കുമ്പം ഇതിൻ്റെ താഴെ ഒരാൾ വരും. നമുക്കറിയാം ഇതിൻ്റെ താഴെ വരുന്ന ആൾ കണ്ടീഷണൽ പ്രോബിലിറ്റിയിൽ ഈ ബാറിന് ശേഷമുള്ള ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി ആണല്ലോ അടിയിൽ വരിക. അത് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി കഴിഞ്ഞു, ഇതാണ് വരിക അല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നത് സിഗ്മ I is equal to 1 to n of P of EI into P of A given EI എന്ന് താഴെ കൊടുത്തു. ഇത് ഇത്ര ചെറിയൊരു സാധനമല്ല, ഇത് നമ്മളിങ്ങനെ നീട്ടി എഴുതും. ഇപ്പം 3 പാർട്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇതെങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ P of E1 into P of A bar E1 plus P of E2 into P of A bar E2 plus P of E3 into P of A bar E3. ഇത്രയും ഭാഗം ഇവിടെ താഴത്ത് എഴുതണം. നമുക്ക് 3 പാർട്ടീഷനാണ് മാക്സിമം ഈ സെക്ഷനിൽ ചോദ്യത്തിൽ വരിക. പാർട്ടീഷൻ ഓഫ് ഇവൻ സാമ്പിൾ സ്പേസിൽ മാക്സിമം ഒരു E1 E2 E3 വരെ വരുള്ളൂ. കൂടുതലും ചോദ്യങ്ങൾ E1ഉം E2 മാത്രമേ ഉണ്ടാവുള്ളൂ. കുറേ അങ്ങോട്ട് നീണ്ടു പോകുമെന്ന് വിചാരിക്കേണ്ട. ഇനി ഇങ്ങനെ എഴുതിയിട്ട് ഇനി ആരെവിടെ മേലെ എഴുതാൻ ചോദിച്ചാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതാണല്ലോ ചോദിച്ചത് E2 വരുന്ന ഒരു ഭാഗമുണ്ട്. E2 വരുന്ന ഒരു ഭാഗം ഇതിനകത്തുണ്ട്. ഏതാണ് ആ ഭാഗം? ഇതിനെ നമ്മൾ സിഗ്മ ഒഴിവാക്കി ഇതുപോലെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന സമയത്ത് ഇതാണല്ലോ E2 വരുന്ന ഭാഗം. അതിനെ കയറ്റി മുകളിലോട്ടിടാം. P of E2 into P of A bar E2. ഇത് മുകളിലും എഴുതിയിട്ട് ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് E2ൻ്റെ പ്രോബബിലിറ്റി ആഫ്റ്റർ ദ ഒക്കറൻസ് ഓഫ് എ കിട്ടും. ഇനി ചോദ്യം ഇതിൽ E1ൻ്റെ പ്രോബിലിറ്റിയാണ് ഇവിടെ ഈ ഭാഗത്ത് E2ന് പകരം E1 ആണ് വരുന്നത് എങ്കിൽ ഇത് അടിയിൽ അതേപോലെ എഴുതിയിട്ട് E1 വരുന്ന ഭാഗം ഇവിടെ എഴുതി കൊടുക്കണം. E1 വരുന്ന ഭാഗം എന്ന് പറയുമ്പോൾ P of E1 into P of A bar E1 എന്ന് വരും. ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് അത് മാറ്റി യൂസ് ചെയ്യണം. ഇതാണ് ബേസ് തിയറത്തിലെ ഫോർമുല. ഇനി നമുക്ക് ഈ പാർട്ടിൽ നിന്ന് മുൻ എക്സാമുകൾക്ക് വന്നിട്ടുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഈ ഭാഗം അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2 ബോക്സുകളുണ്ട്. ബോക്സ് 1ൽ 10 വൈറ്റ് ബോൾസ് ആൻഡ് 6 റെഡ് ബോൾസ്. ബോക്സ് 2ൽ 8 വൈറ്റ് ബോൾസ് ആൻഡ് 6 റെഡ് ബോൾസ്. ക്വസ്റ്റ്യൻ ഇതാണ്: വൺ ഓഫ് ദി ബോക്സ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം. ഇതിൽ നിന്ന് ഏതോ ഒരു ബോക്സ് റാൻഡമായിട്ട് സെലക്ട് ചെയ്തു. ആൻഡ് എ ബോൾ ഈസ് ഡ്രോൺ. അതിൽ നിന്നൊരു ബോൾ എടുത്തു. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി വൈറ്റ്. ആ എടുത്ത ബോൾ വൈറ്റ് ആണ്. ദെൻ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഡ്രോൺ ഫ്രം ബോക്സ് 2. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വൺ ഓഫ് ദി ബോക്സ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം ആൻഡ് എ ബോൾ ഈസ് ഡ്രോൺ. The ball drawn is white. Then what is the probability that it was taken from the box 2? ഇതിൽ നിന്ന് ഏതോ ഒരു ബോക്സ് ആദ്യം സെലക്ട് ചെയ്തു, റാൻഡമായിട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൽ നിന്നൊരു ബോൾ എടുത്തപ്പോൾ അത് വൈറ്റ് ആണ് എങ്കിൽ ആ ബോൾ എടുത്തത് ബോക്സ് 2ൽ നിന്നാവാനുള്ള പോസിബിലിറ്റി എത്ര? ഇവിടുത്തെ ഇവൻറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒന്ന് സെലക്ടിങ് ബോക്സ് 1 ഒരു ഇവൻറ്റ്, മറ്റൊന്ന് സെലക്ടിങ് ബോക്സ് 2 മറ്റൊരു ഇവൻറ്റ്, മൂന്നാമത്തെ ഇവൻറ്റ് സെലക്ടിങ് വൈറ്റ് ബോൾ,
സെലക്ടിങ് വൈറ്റ് ബോൾ. ഇതിൽ സെലക്ടിങ് റെഡ് ബോൾ എന്നുള്ളൊരു ഇവൻ്റ് എടുക്കാതെ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ കിട്ടിയ ബോൾ വൈറ്റ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞു, കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ റെഡ് ബോൾ സെലക്ട് ചെയ്യുക എന്നുള്ളൊരു ഇവൻ്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 3 ഇവൻറ്റുകളെ ഇപ്പോൾ ഇവിടെ ലൈവായിട്ട് നിൽക്കുന്നുള്ളൂ. ഏതോ ഒരു ബോക്സ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട്, കൺഫർമേഷൻ തരാത്തതുകൊണ്ട് ബോക്സ് 1 സെലക്ട് ചെയ്യുന്നതും ബോക്സ് 2 സെലക്ട് ചെയ്യുന്നതും 2 ഇവൻ്റായിട്ട് നമ്മൾ എടുത്തോളണം. പിന്നെ വൈറ്റ് ബോൾ സെലക്ട് ചെയ്യുന്നത് 3ാമത്തെ ഇവൻ്റായിട്ടും എടുത്തു. എന്തിനാണ് ബോക്സ് 1 സെലക്ട് ചെയ്യുന്നത് ഇവിടെ എടുക്കുന്നത് എന്ന് ചിലപ്പോൾ ഒരു സംശയം വരും. കാരണം ബോക്സ് 2നെ സംബന്ധിച്ചല്ല ചോദ്യം. ചോദ്യം ഈ ബോൾ എടുത്തത് ബോക്സ് 2ൽ നിന്നാകാനുള്ള പോസിബിലിറ്റി എത്ര എന്നാണ്. ചിലപ്പോൾ ബോക്സ് 1ൽ നിന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക, പക്ഷെ ബോക്സ് 2ൽ നിന്നാവാനുള്ള പോസിബിലിറ്റിയാണ് ചോദിച്ചത്. എന്നാൽ വൈറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ചോദിച്ചിട്ടില്ല. വൈറ്റാണ് കിട്ടിയതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റെഡ് കിട്ടുന്ന ഒരു സംഭവം അവിടെ വരുന്നില്ല. ഈ 3 ഇവൻറ്റുകളുണ്ട്. നമുക്ക് പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് ആയിട്ട് ഇതിൽ 3 എണ്ണത്തിൽ ഒരെണ്ണം എ ആയിരിക്കും. നമ്മളെ ബേസ് തിയറത്തിൽ ശ്രദ്ധിക്കുക, ഒരു ഇവൻറ്റ് എ ആണ്. ഇതിൽ ഏതോ ഒന്ന് എ ആണ്. പിന്നെ ബാക്കിയുള്ള 2 എണ്ണം E1 E2 ഇങ്ങനെ പേര് കൊടുക്കാവുന്ന പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് ആണ്. ആർക്കാണ് നമ്മൾ എ കൊടുക്കുക എന്ന് കൺഫേം ആക്കി കഴിഞ്ഞാൽ പിന്നെ E1ഉം E2ഉം ആർക്ക് കൊടുക്കുക എന്നുള്ളതിൽ സംശയമില്ല. ആർക്കാ എ കൊടുക്കാന്ന് ചോദിച്ചാൽ നമ്മൾ ബേസ് തിയറത്തിൽ നമ്മൾ എഴുതിയ ഫോർമുലയിൽ പി ഓഫ് E1ഓ E2ഓ എന്തോ ഒന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ബാർ എ എന്നല്ല കൊടുക്കാറുള്ളത്, ഗിവൺ എ എന്നല്ല കൊടുക്കുക. അതിൻ്റെ അർത്ഥം എ എന്നുള്ള ഇവൻറ്റ് ഒക്കർ ചെയ്തതിന് ശേഷമല്ലേ ഇതിൻ്റെ പ്രോബിലിറ്റി കാണേണ്ടത്. അപ്പോൾ എ എന്ന ഇവൻറ്റ് ഒക്കർ ചെയ്തതായിരിക്കണം. അപ്പോൾ ഈ ചോദ്യത്തിൽ ഒക്കർ ചെയ്ത ഒരു ഇവൻ്റല്ലേ ഉള്ളൂ, അതായത് വൈറ്റ് ബോൾ കിട്ടി എന്നല്ലേ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പോൾ ആ വൈറ്റ് ബോൾ കിട്ടുന്ന ഇവൻറ്റ് ഒക്കർ ചെയ്തു എന്നർത്ഥം. അപ്പോൾ ഈ വൈറ്റ് ബോൾ കിട്ടുന്ന ഈ ഇവൻറ്റിനാണ് നമ്മൾ എ എന്നുള്ള പേര് കൊടുക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള 2 എണ്ണത്തിന് നമ്മൾ E1 എന്നും E2 എന്നും 2 ഇവൻറ്റുകൾ ശ്രദ്ധിക്കുക. ഈ E1 E2 കൊടുക്കുന്ന ഇവൻറ്റുകളാണ് പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ്. അപ്പോൾ ഇവിടെ 2 പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസേ ഉള്ളൂ. പിന്നെ എ എന്നുള്ളൊരു ഇവൻറ്റും ഇതിനകത്തുണ്ട്, അത് ഒക്കർ ചെയ്തതാണ്. അപ്പോൾ എ എന്നുള്ള ഇവൻറ്റ് ഒക്കർ ചെയ്തു. എന്നിട്ട് നമുക്ക് ആരുടെ പ്രോബിലിറ്റിയാണ് കാണേണ്ടത്? ബോൾ സെലക്ട് ചെയ്തത് ബോക്സ് 2ൽ നിന്നാവാനുള്ള പോസിബിലിറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ ബോക്സ് 2ൽ നിന്നാവുന്ന പോസിബിലിറ്റിക്ക് നമ്മൾ E2 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് പി ഓഫ് E2 അണ്ടർ ദ കണ്ടീഷൻ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബേസ് തിയറത്തിലെ ഫോർമുലയിലേക്ക് വരാം. താഴെ നമ്മൾ കൊടുക്കുക എന്താണെന്ന് അറിയാമല്ലോ, എൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ തിയറം ഓൺ ടോട്ടൽ പ്രോബിലിറ്റി. അതെങ്ങനെയാണ് വരാൻ ചോദിച്ചാൽ 2 എണ്ണത്തിന് തിയറം ഓൺ ടോട്ടൽ പ്രോബിലിറ്റി എഴുതുമ്പോൾ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ബാർ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. ഇങ്ങനെയാണ് താഴത്ത് കൊടുക്കുക. ഇതിൽ ആരെയാണ് നമ്മൾ മേലോട്ട് കയറ്റിയിടാന്ന് ചോദിച്ചാൽ ഇതിൽ ആരെ ചോദിച്ചത് നമ്മളുണ്ട്? E2ൻ്റെ പ്രോബിലിറ്റി അല്ലേ ചോദിച്ചത്. അപ്പോൾ E2 വരുന്ന ഇത്രയും സെക്ഷൻ മേലോട്ട് കയറ്റിയിടുക. പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. ഇതാണ് പി ഓഫ് E2 അണ്ടർ ദ കണ്ടീഷൻ എ കണ്ടുപിടിക്കാനുള്ള ബേസ് തിയറത്തിൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫോർമുല. ഇനി ഇതിലേക്ക് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈസ് ഈക്വൽ ടു എന്താണ് പി ഓഫ് E2? പി ഓഫ് E2 എന്ന് പറഞ്ഞാൽ സെലക്ടിങ് ബോക്സ് 2. 2 ബോക്സാണ് ഉള്ളത്. അതിൽ നിന്ന് ഒരു ബോക്സ് റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് 2 കിട്ടാനുള്ള പോസിബിലിറ്റി 1/2 ആണ്. അപ്പോൾ നമ്മൾ പി ഓഫ് E2 എന്നുള്ളടത്ത് 1/2 എന്ന് കൊടുത്തു. ഇൻറ്റു എ ബാർ E2. എ ബാർ E2 എന്ന് പറഞ്ഞാൽ ബാർ കഴിഞ്ഞിട്ട് E2 വന്നാൽ അതിൻ്റെ അർത്ഥം E2 സംഭവിച്ചു കഴിഞ്ഞാൽ എയുടെ പോസിബിലിറ്റി എത്രയാണ്? എന്താ സംഭവം? E2 സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ബോക്സ് 2 കിട്ടിക്കഴിഞ്ഞാൽ എയുടെ പോസിബിലിറ്റി വൈറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ബോക്സ് 2ൽ നിന്ന് വൈറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്നർത്ഥം. ബോക്സ് 2ൽ നിന്ന് വൈറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റിയും വൈറ്റ് ഇവിടെ 8 എണ്ണം ഉണ്ട്, ആകെ ഇവിടെ 14 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ബോക്സ് 2ൽ നിന്ന് ഇവിടെ നിന്ന് വൈറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി 8/8 + 6 14 ആണ്. 4/7 ആണ് നമുക്ക് വരിക. ഞാനതിന് 8/14 എന്ന് തന്നെ ഇവിടെ കൊടുക്കുകയാണ്. 8/14 പ്ലസ് ഡിവൈഡഡ് ബൈ ഇനി നമുക്ക് ഇവിടെ വേണ്ടത് പി ഓഫ് E1 ആണ്. E1 എന്ന് പറഞ്ഞാൽ ബോക്സ് 1 സെലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി. ബോക്സ് 1 സെലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി 1/2. ആകെ 2 ബോക്സാണ് ഉള്ളത്. ഇനി എ ഗിവൺ E1 കിട്ടിക്കഴിഞ്ഞാൽ എയുടെ പോസിബിലിറ്റി. E1 കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ വേഗം നമ്മൾ ഇങ്ങോട്ട് വരാം. ബോക്സ് 1 കിട്ടിക്കഴിഞ്ഞാൽ എയുടെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വൈറ്റിൻ്റെ പോസിബിലിറ്റി. ബോക്സ് 1ൽ നിന്ന് വൈറ്റിൻ്റെ പോസിബിലിറ്റി 10 ഡിവൈഡഡ് ബൈ 16 ആണ് വരിക.
പ്ലസ് ഇനി ഇവിടെ വരുന്നത് ഈ ഭാഗം നമ്മൾ ഓൾറെഡി മുകളിൽ എഴുതിയ ഇതേ സംഭവം തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 1/2 ഇൻറ്റു 8/14 എന്ന് കൊടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ബാക്കി വർക്കുകളൊക്കെ കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. ഇത് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്ത് എഴുതാൻ പറ്റും ഈ സംഭവങ്ങളൊക്കെ. ഇപ്പോൾ ഇതിൽ 1/2 ഇൻറ്റു 8/14 ഞാൻ 4/7 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു 10/16 ഞാൻ 5/8 എന്ന് എഴുതി, പ്ലസ് 1/2 ഇൻറ്റു 4/7 എന്ന് എഴുതി. ഇനി ഇതിൻ്റെ ബാക്കി വർക്കുകൾ വരാം. ഇവിടെ ഈ 2ഉം ഈ 4ഉം കട്ട് ചെയ്ത് അവിടെ 2 കിട്ടും. 2/7 ഡിവൈഡഡ് ബൈ ഇവിടെ ക്യാൻസലേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഇത് 5/16 എന്ന് വരും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. 2/7 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ വരിക 2/7 ഡിവൈഡഡ് ബൈ ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഏകദേശം 35 പ്ലസ് 32 67 ഡിവൈഡഡ് ബൈ 70 ആൻഡ് 42 1112 എന്ന് കിട്ടും. ഇതിൻ്റെ റെസിപ്രോക്കൽ ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതൊക്കെ കാൽക്കുലേറ്ററിൽ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇത് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇൻറ്റു 112/67 ചെയ്തിട്ട് ആൻസർ എഴുതി വെച്ചാൽ മതി. ഇതാണ് ബോക്സ് വൈറ്റ് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ബോക്സ് 2-ൽ നിന്നാവാനുള്ള പോസിബിലിറ്റി. വേറെ ഒരു ചോദ്യം ഇവിടെ ഉണ്ട്, ബോർഡിലുണ്ട്. ദർ ആർ 3 കോയിൻസ്, 3 കോയിൻസ് ഉണ്ട്. വൺ ഓഫ് ദം ഈസ് എ 2-headed കോയിൻ. 2-headed കോയിൻ എന്ന് പറഞ്ഞാൽ ടെയിലില്ല, രണ്ട് ഭാഗവും ഹെഡാണ്. സെക്കൻഡ് ഈസ് അൺബയാസ്ഡ് കോയിൻ. അൺബയാസ്ഡ് കോയിൻ എന്ന് പറഞ്ഞാൽ സാധാരണ അതിൽ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്യാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള സാധാരണ കോയിൻ. തേർഡ് കോയിൻ ഈസ് ബയാസ്ഡ് ദാറ്റ് ബ്രിങ്സ് അപ്പ് ഹെഡ് 75% ഓഫ് ദി ടൈം. മൂന്നാമത്തെ കോയിൻ രണ്ടാമത്തെ കോയിനെ പോലെയല്ല, അതിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. മാറ്റങ്ങൾ വരുത്തിയ കോയിനാണ് നമ്മൾ ബയാസ്ഡ് എന്ന് പറയുക. അതിൻ്റെ മാറ്റം എന്താണെന്ന് വെച്ചാൽ 75% ഓഫ് ദി ടൈം ഹെഡ് കിട്ടും. അതായത് ടോസ് ചെയ്യുന്ന മുക്കാൽ ഭാഗവും 75%ഉം ഹെഡ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കോയിൻ. ഇങ്ങനെ 3 കോയിനുകളുണ്ട്. വൺ ഓഫ് ദി കോയിൻസ് ഈസ് സെലക്റ്റഡ് ആൻഡ് ടോസ്ഡ്. ഈ 3 എണ്ണത്തിൽ നിന്ന് ഏതോ ഒരു കോയിൻ സെലക്ട് ചെയ്തു. നേരത്തെ ബോക്സിൻ്റെ 2 ബോക്സിൽ നിന്ന് ഒരു ബോക്സ് എടുത്തിട്ട് ഒരു ബോൾ എടുത്തു എന്ന് പറഞ്ഞതുപോലെ 3 കോയിനിൽ നിന്ന് ഒരു കോയിൻ എടുത്തിട്ട് ടോസ് ചെയ്തു. ദ റിസൾട്ട് ഈസ് എ ഹെഡ്. ഹെഡാണ് കിട്ടിയത് എങ്കിൽ വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് എ 2-headed കോയിൻ? ആ സെലക്ട് ചെയ്ത കോയിൻ ഇതിലെ ആദ്യത്തെ 2-headed കോയിൻ ആകാനുള്ള പോസിബിലിറ്റി എത്ര? അപ്പോൾ നമുക്ക് അവിടെ 4 കാര്യങ്ങളാണ് ഇവിടെ ഇവൻ്റ് ആയിട്ടുള്ളത്. ഒന്ന്, നമ്മൾ സെലക്ട് ചെയ്യുന്ന കോയിന് 2-headed ആവാം, സെലക്ട് ചെയ്യുന്ന കോയിന് അൺബയാസ്ഡ് ആവാം, സെലക്ട് ചെയ്യുന്ന കോയിന് ബയാസ്ഡ് ആവാം. അത് 3 ഞാനിവിടെ എഴുതി വെച്ചു. 2-headed, അൺബയാസ്ഡ്, ബയാസ്ഡ്. ഇനി ഹെഡ് കിട്ടി എന്ന് പറയുമ്പം ഹെഡ് കിട്ടുന്ന ഒരു ഇവൻറ്റും അവിടെ ഉണ്ട്. അപ്പോൾ ടെയിൽ കിട്ടുന്ന ഇവൻറ്റ് വേണ്ട. നേരത്തെ ചോദ്യത്തിൽ ബോൾ റെഡ് ആവുന്നത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞതുപോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ വൈറ്റ് കിട്ടി എന്ന് കൺഫേം ആണ് അവിടെ. ഇവിടെ ഹെഡാണ് റിസൾട്ട് എന്ന് കൺഫേം ആയതുകൊണ്ട് ഹെഡ് കിട്ടുന്ന ഇവൻറ്റ് മാത്രം നമ്മൾ ഇനി എടുത്താൽ മതി. അപ്പം 4 ഇവൻറ്റ് ഉണ്ട് അല്ലേ. 4 ഇവൻറ്റ് ഉണ്ടാകുമ്പം ഒരെണ്ണം എ ആണ്, ബാക്കി 3 എണ്ണം പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് ആയിട്ട് E1, E2, E3 പേര് കൊടുക്കേണ്ടി വരും. ആരെയാണ് നമ്മൾ എ ആയിട്ട് എടുക്കുക എന്ന് ചോദിച്ചാൽ ഒക്കർ ചെയ്ത ഇവൻറ്റിനെയാണ് എ ആയിട്ട് എടുക്കുക. ഇങ്ങനെ അതിൻ്റെ പോയിന്റ് ആയിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. ഒക്കർ ചെയ്ത ഇവൻറ്റിനെ എ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ ഒക്കർ ചെയ്ത ഇവൻറ്റ് ഹെഡ് കിട്ടി എന്നുള്ളതാണല്ലോ ഒക്കർ ചെയ്തത്. അപ്പോൾ ഈ ഹെഡ് കിട്ടിയ ഈ ഇവൻറ്റിനാണ് നമ്മൾ എ എന്ന് പേര് കൊടുക്കുക. ഇതിന് എ എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 3 എണ്ണം നമുക്ക് പാർട്ടീഷൻ ആയിട്ട് എടുക്കാം. E1, E2 ആൻഡ് E3 3 ഇവൻറ്റുകൾ അങ്ങനെ എടുത്തു. ഇനി ഇതിൽ ഒക്കർ ചെയ്ത ഇവൻറ്റ് എ ആണ്. അപ്പോൾ അണ്ടർ ദ കണ്ടീഷൻ എ കൊടുത്തിട്ട് ആരുടെ പ്രോബിലിറ്റിയാണ് കാണേണ്ടത്? ഹെഡ് കിട്ടിയാൽ അത് 2-headed കോയിൻ ആകാനുള്ള പോസിബിലിറ്റി എത്ര എന്നാണ് ചോദ്യം. 2-headed കോയിൻ എന്ന് പറഞ്ഞാൽ E1 കിട്ടാനുള്ള പോസിബിലിറ്റിയാണ് ചോദിച്ചത്. E1 കിട്ടാനുള്ള പോസിബിലിറ്റി അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ P ഓഫ് E1 അണ്ടർ ദ കണ്ടീഷൻ എ ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ 3 പാർട്ടീഷൻ ഉള്ളതുകൊണ്ട് ഈ എൻ്റെ തിയറം ഓൺ ടോട്ടൽ പ്രോബിലിറ്റി ഇങ്ങനെ 3 എണ്ണത്തിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എഴുതണം അല്ലേ. 3 എണ്ണത്തിലേക്ക് ഇങ്ങനെ പ്ലസ് ചെയ്തിട്ട് E1 ഇൻറ്റു എ ബാർ E1 പ്ലസ് E2 ഇൻറ്റു എ ഗിവൺ E2 പ്ലസ് E3 ഇൻറ്റു എ ഗിവൺ E3 എന്ന് എഴുതിയിട്ട് ഇതിൽ ആരെ നമ്മൾ ബേസ് തിയറം പ്രകാരം മുകളിലേക്ക് കൊണ്ടുപോയിടുക എന്ന് ചോദിച്ചാൽ ഇവിടെ ചോദിച്ചത് E1ൻ്റെ പ്രോബിലിറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ E1 ഉള്ള സെക്ഷൻ, അതായത് ഈ സെക്ഷൻ കംപ്ലീറ്റ് നമ്മൾ മേലോട്ട് ഇടും. ഇങ്ങനെയാണ് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ വരിക P ഓഫ് E1 ഇൻറ്റു P ഓഫ് എ ഗിവൺ E1 എന്ന് വരും. ഇത് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താണ് P ഓഫ് E1?
ഈവൺ എന്ന് പറഞ്ഞാൽ 2 ഹെഡഡ് കോയിൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി, ഇവിടെ 3 കോയിൻ ഉള്ളത്, അതിൽ നിന്ന് ഒരു കോയിൻ സെലക്ട് ചെയ്യുമ്പോൾ അത് 2 ഹെഡഡ് ആവാനുള്ള പോസിബിലിറ്റി 1/3 ആയിരിക്കും. ഇതിന്റെ പോസിബിലിറ്റി 1/3 ആയിരിക്കും വരിക. ഈ കോയിൻ സെലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി 1/3. നേരത്തെ ബോക്സ് സെലക്ട് ചെയ്യുന്ന പോസിബിലിറ്റി 1/2 ആണ്, കാരണം അവിടെ 2 ബോക്സ് ഉണ്ടായിരുന്നത്. ഇവിടെ 3 കോയിൻ ഉണ്ട്, അതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്താലും 1/3. ഇനി ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഓരോന്നിലും വ്യത്യാസമുണ്ട് അല്ലേ? ഓരോന്നിലും ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി വ്യത്യാസമുണ്ടെന്ന് പറയാനുള്ള കാരണം, ഇതിൽ ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഇതൊരു 2 ഹെഡഡ് കോയിൻ ആയതുകൊണ്ട് ഹെഡ് കിട്ടാൻ തന്നെ അവിടെ പോസിബിലിറ്റി ഉള്ളൂ, ടെയിൽ കിട്ടൂല. അതുകൊണ്ട് ഇതിൽ നിന്ന് ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1 ആണ് പോസിബിലിറ്റി. ഇനി ഇതിൽ നിന്ന് ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി, ഇത് സാധാരണ കോയിൻ ആണ്, അവിടുന്ന് ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി 1/2 അല്ലേ? ടെയിൽ കിട്ടാനുള്ള പോസിബിലിറ്റി 1/2 ആണ്. ഇതാണെങ്കിൽ 75% ഹെഡ് കിട്ടുന്ന അവിടെ ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി അപ്പം 75%, 75%. നമുക്ക് 75/100 എന്നാണ് എഴുതുക. ഈ 75/100 എന്ന് പറഞ്ഞാൽ 3/4 എന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P of E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോയിന് കിട്ടാനുള്ള പോസിബിലിറ്റി 1/3 ഇൻറ്റു ഫസ്റ്റ് കോയിൻ ഒക്കർ ചെയ്തതിന് ശേഷം എയുടെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോയിൻ, ഈ കോയിനിൽ നിന്ന് എ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കൂട്ടി വായിക്കണേ, ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി. ഇതിൽ നിന്ന് ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1 ആണ്, ഫുൾ പോസിബിലിറ്റി ആണ്. അതേ സാധനം തന്നെ താഴ്ത്തു വരുന്നു 1/3 ഇൻറ്റു 1 പ്ലസ് ഇനി E2 കിട്ടാനുള്ള പോസിബിലിറ്റി, രണ്ടാമത്തെ കോയിൻ കിട്ടാനുള്ള പോസിബിലിറ്റി 1/3 ഇൻറ്റു ആ രണ്ടാമത്തെ കോയിനിൽ നിന്ന് ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി, രണ്ടാമത്തെ കോയിൻ സാധാരണ കോയിൻ ആണ്, ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി 1/2 പ്ലസ് ഇനി മൂന്നാമത്തെ E3 ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റി 1/3 ഇൻറ്റു മൂന്നാമത്തെ കോയിനിൽ നിന്ന് ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി 75%. നമ്മൾ 75/100 എഴുതി, അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ 3/4 എന്ന് എഴുതിയിട്ടുണ്ട്. 3/4. ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 1/3 ഇൻറ്റു 1 നമുക്ക് 1/3 കിട്ടും, ഡിവൈഡഡ് ബൈ 1/3 ഇൻറ്റു 1 അവിടെ വീണ്ടും 1/3 പ്ലസ് 1/3 ഇൻറ്റു 1/2 നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 1/6 കിട്ടുന്നു, പ്ലസ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/4 കിട്ടുന്നു. ഇനി ഇതിൻ്റെ ബാക്കി കാൽക്കുലേഷൻ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 1/3 ഡിവൈഡഡ് ബൈ ഇതെല്ലാം കൂടെ നമുക്ക് ഡിനോമിനേറ്റർ ഈക്വൽ ആക്കിയിട്ട് ചെയ്യാം. ഈ ഭാഗം മാത്രം എടുത്ത് നമ്മൾ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് 2/6 ഇത് 1/6 ആവും അല്ലേ? ഇത് 2/6 ഇത് 1/6 ആവുമ്പോൾ മൊത്തത്തിൽ നമുക്ക് 3/6 കിട്ടും, പ്ലസ് 1/4 എന്ന് വരും. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1/3 ഡിവൈഡഡ് ബൈ 3/6 പ്ലസ് 1/4. ഈ 3/6 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, 1/2 പ്ലസ് 1/4 വരും. 1/2 പ്ലസ് 1/4 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് 2/4 ഇത് 1/4, അപ്പോൾ 3/4 വരും. 1/3 ഡിവൈഡഡ് ബൈ 3/4 വരും. അതിനെ നമ്മൾ 1/3 ഇൻറ്റു 4/3 എന്ന് എഴുതും. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുകൊണ്ടാണ് വേഗം എഴുതി പോകുന്നത്. ഇത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 ഡിവൈഡഡ് ബൈ 9 ആണ് വരും. അപ്പോൾ പോസിബിലിറ്റി 3 കോയിനിൽ നിന്ന് ഒരു കോയിൻ എടുത്തിട്ട് അത് ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടിയെങ്കിൽ അത് ഈ കോയിൻ ആവാനുള്ള പോസിബിലിറ്റി 4 ഔട്ട് ഓഫ് 9 ആണ് വരും. അടുത്തത് ഈ ചാപ്റ്ററിൻ്റെ അടുത്ത സെക്ഷൻ റാൻഡം വേരിയബിൾ ആൻഡ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും പബ്ലിക് എക്സാമുകൾക്ക് ഈ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചോദ്യം ഉറപ്പാണ്. റാൻഡം വേരിയബിൾ ആൻഡ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഞാനൊരു എക്സാമ്പിളിലൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്, ഒന്നിവിടേക്ക് ശ്രദ്ധിക്കുക. ടോസിങ് 3 കോയിൻസ്, ഒരു 3 കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്യുന്നു. അതിൻ്റെ സാമ്പിൾ സ്പേസ് ഇതാണല്ലോ, 8 റിസൾട്ടുകൾ ഉണ്ടാവും, ഇതാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ്. ചോദ്യം ഇതാണ്, റൈറ്റ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്പർ ഓഫ് ഹെഡ്സ്. ഇതിലെ നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതാം. ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആരുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ചോദിച്ചത്, അതാണ് ഇതിലെ റാൻഡം വേരിയബിൾ. കാരണം നമ്മളെ പാർട്ടിൻ്റെ പേര് തന്നെ ശ്രദ്ധിക്കുക, റാൻഡം വേരിയബിൾ ആൻഡ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. റാൻഡം വേരിയബിളും അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളാണ് വരയ്ക്കുക, അറിയാലോ. അപ്പോൾ ഇവിടെ ആരുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ ചോദിച്ചത് അതാണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾ. അപ്പോൾ ഞാൻ റൈറ്റ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എന്ന് കഴിഞ്ഞിട്ട് വന്ന ഇതാണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾ. ആര്? നമ്പർ ഓഫ് ഹെഡ്സ്. റാൻഡം വേരിയബിളിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ X ആണ്.
അപ്പോൾ എക്സ് ഡിനോട്ട്സ്, ഈ ചോദ്യത്തിൽ എക്സ് ഡിനോട്ട്സ് നമ്പർ ഓഫ് ഹെഡ്സ്. അങ്ങനെയാണെങ്കിൽ എക്സിന് കിട്ടാവുന്ന വാല്യൂസ് ഈ സാമ്പിൾ സ്പേസ് നോക്കിയിട്ട് വേണം അത് എഴുതാൻ. ഈ സാമ്പിൾ സ്പേസിൽ ഹെഡുകളുടെ എണ്ണമായി വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹെഡിൻ്റെ എണ്ണം 3 ആണ് അല്ലേ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഹെഡിൻ്റെ എണ്ണം 2 ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഹെഡിൻ്റെ എണ്ണം 1 ആണ്. ഇത് നോക്കിയാൽ ഹെഡ് ഇല്ല, 0 ആണ്. ഇനി ഇത് നോക്കിയാൽ ഒരു ഹെഡ്, 2 ഹെഡ്, ഒരു ഹെഡ്, 2 ഹെഡ്, അതൊക്കെ ഈ നമ്പർ തന്നെയാണ് വരിക. അപ്പോൾ ഹെഡിൻ്റെ നമ്പേഴ്സ് ആയിട്ട് വരുന്നത് 0, 1, 2, 3. സോ എക്സ് ഡിനോട്ട്സ് നമ്പർ ഓഫ് ഹെഡ്സ്, therefore x can take the values 0, 1, 2, 3. അപ്പോൾ റാൻഡം വേരിയബിൾ കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു ചെറിയ ടേബിൾ, എക്സ് എന്നുള്ള ഒരു ഭാഗത്തിന് ഒരു സെക്ഷനും ആ എക്സുകളുടെ പ്രോബബിലിറ്റി അടുത്ത ലൈനിലും, ഇതാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുന്ന സാധനം. ഒരു റാൻഡം വേരിയബിളും അലോങ് വിത്ത് ദ പ്രോബബിലിറ്റി, ആ റാൻഡം വേരിയബിളിൻ്റെ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റിയും ചേർന്നതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. നമുക്ക് വേണ്ടത് കോളങ്ങൾ എക്സിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് 0 ഉണ്ട്, എക്സിൻ്റെ വാല്യൂ ആയിട്ട് 1 ഉണ്ട്, എക്സിൻ്റെ വാല്യൂ ആയിട്ട് 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ ഇത്രയും ബോക്സസ് മതി നമുക്ക്. ഇനി പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ കള്ളിയിൽ വരിക പി ഓഫ് എക്സ് ഈക്വൽ ടു 0 വരാനുള്ള സാധ്യതയാണ് ഇവിടെ എഴുതേണ്ടത്. എക്സിന് 0 വരാനുള്ള, ഈ എക്സ് എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ വായിക്കണേ, നമ്പർ ഓഫ് ഹെഡ്സ്. അപ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് 0 കിട്ടാനുള്ള പോസിബിലിറ്റി ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ എത്ര സ്ഥലത്ത്, 8 റിസൾട്ടിൽ എത്ര സ്ഥലത്ത് നമ്പർ ഓഫ് ഹെഡ്സ് 0 ഉണ്ട്? നമ്പർ ഓഫ് ഹെഡ്സ് 0 ഉള്ള ഒരേ ഒരു റിസൾട്ട് മാത്രമേ ഉള്ളൂ. ഇത് കിട്ടിയാൽ മാത്രമേ ഹെഡുകളുടെ എണ്ണം 0 ആകുള്ളൂ. അപ്പോൾ ഇത് കിട്ടാനുള്ള പോസിബിലിറ്റി എത്രയാണ്? 1/8 അല്ലേ. അപ്പോൾ അതാണ് ഹെഡിൻ്റെ എണ്ണം 0 ആവാനുള്ള പോസിബിലിറ്റി. ഇനി ഹെഡിൻ്റെ എണ്ണം 1 ആവാനുള്ള പോസിബിലിറ്റി, ഹെഡിൻ്റെ എണ്ണം 1 ആവാനുള്ള പോസിബിലിറ്റി, ഹെഡിൻ്റെ എണ്ണം 1 ആവാനുള്ള പോസിബിലിറ്റി. ഇത് കിട്ടിയാൽ ഹെഡിൻ്റെ എണ്ണം 1 ആണ്, ഇത് കിട്ടിയാൽ ഹെഡിൻ്റെ എണ്ണം 1 ആണ്, ഇത് കിട്ടിയാലും ഹെഡിൻ്റെ എണ്ണം 1 ആണ്. അപ്പോൾ ഇവിടെ 3 റിസൾട്ടുകൾ ഉണ്ട്. അപ്പോൾ 3/8 ആണ് ഹെഡിൻ്റെ എണ്ണം 1 ആവാനുള്ള പോസിബിലിറ്റി. ഇതുപോലെ ഹെഡുകളുടെ എണ്ണം 2 ആവാനുള്ള പോസിബിലിറ്റി ചോദിച്ചാൽ ഇവിടെ ഉണ്ട് ഒരു റിസൾട്ട്, ഇവിടെ ഉണ്ട് ഒരു റിസൾട്ട്, ഇവിടെ ഉണ്ട്. 3 റിസൾട്ടിൽ ഹെഡിൻ്റെ എണ്ണം 2 വരുന്നുണ്ട്. അപ്പോൾ 3/8 തന്നെയാണ് അതും വരിക. ഇനി ഹെഡിൻ്റെ എണ്ണം 3 വരാനുള്ള പോസിബിലിറ്റി, ഹെഡിൻ്റെ എണ്ണം 3 വരാനുള്ള പോസിബിലിറ്റി ഇവിടെ മാത്രമേ ഉള്ളൂ, 1/8. ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഓഫ് നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ ദ എക്സ്പെരിമെൻറ്റ് ഓഫ് ടോസിങ് 3 കോയിൻസ്. ഇതിൽ ഒരു കാര്യം കൂടെ, ഞാനതിൻ്റെ തിയറവും കൂടെ ഇതിൻ്റെ കൂടെ പറയുന്നത് കൊണ്ടാണ്, ഈ താഴെയുള്ള ഈ ബോക്സിലെ ഈ പ്രോബബിലിറ്റീസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കണം കിട്ടേണ്ടത്. അങ്ങനെ ആകുമ്പോഴേ ഈ ടേബിൾ നമുക്ക് ശരിയാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ 1/8, 3/8, 3/8, 1/8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8/8 ഈക്വൽ ടു 1 കിട്ടുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇത് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തന്നെയായി. ഇനി നമുക്ക് ഇതിൽ വേറെ 2 ചോദ്യങ്ങളുണ്ട്. അതായത് ഈ ടേബിളിൻ്റെ മീൻ ആൻഡ് വേരിയൻസ് കണ്ടുപിടിക്കാനും കൂടെ പഠിക്കണം നമ്മൾ, മീനും വേരിയൻസും. അപ്പോൾ ഒരു റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ റാൻഡം വേരിയബിളിൻ്റെ എക്സിൻ്റെ മീന് വേരിയൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുലാസ്. മീൻ ഓഫ് എക്സ് എന്നുള്ളതിന് നമ്മൾ ഇ ഓഫ് എക്സ് എന്നും കൊടുക്കും. ഈ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നും കൂടെ ഈ മീനിന് ഒരു പേരുണ്ട്. അപ്പോൾ ഇ ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിഗ്മ xi ഇൻറ്റു പി ഐ. സിഗ്മ xi ഇൻറ്റു പി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സ്, ഈ ലൈനിലുള്ള നമ്പേഴ്സിനാണ് നമ്മൾ xi എന്ന് പറയുക, ഇതിലുള്ള നമ്പേഴ്സാണ് പി ഐ. അപ്പോൾ ഇതാണ് xi, ഇത് പി ഐ, പ്രോബബിലിറ്റിൻ്റെ ഭാഗം. അപ്പോൾ xiയും പി ഐയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മീൻ ആണ്. മീൻ ഈസ് ഈക്വൽ ടു ഓരോ എക്സും അതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 0 ഇൻറ്റു 1/8, 1 ഇൻറ്റു 3/8, 2 ഇൻറ്റു 3/8, 3 ഇൻറ്റു 1/8. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിഗ്മ ആഡ് ചെയ്യും വേണം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് നമുക്ക് പ്ലസ് ഇട്ട് കൊടുക്കാം. ഇത് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ഈ എക്സിൻ്റെ മീൻ അഥവാ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0 ഇൻറ്റു 1/8 അത് പോയി 0, പ്ലസ് ഇത് 3/8, ഇത് 6/8, ഇവിടെ 3/8. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
3 + 3 6, 6 + 6 12/8 കിട്ടും. 12/8നെ കാൽക്കുലേറ്റർ വെച്ചിട്ട് വേണമെങ്കിൽ ഡെസിമൽ ആക്കി എഴുതാം, എഴുതാതിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6/4 കിട്ടും. ഒന്നുകൂടെ റെഡ്യൂസ് കഴിഞ്ഞാൽ 3/2 കിട്ടും. അപ്പോൾ 1.5 ആണ് ഇതിൻ്റെ മീൻ എന്ന് പറയുന്ന സംഭവം. ഇനി നമുക്ക് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കുന്നത് നോക്കാം. വേരിയൻസ് ഓഫ് ദ റാൻഡം വേരിയബിൾ എക്സ്, അതിനെ ചുരുക്കിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതും, VAR എന്ന് എഴുതിയിട്ട് ഓഫ് എക്സ്. ഫോർമുല ഇതാണ്, E(x² മൈനസ് E(x)². ശ്രദ്ധിക്കണം, ഇതിൽ E(x) നമുക്കറിയാം. E(x) ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ മെയിൻ കണ്ടുപിടിച്ചു 3/2 അല്ലെങ്കിൽ 1.5. ഇത് ഞാൻ രണ്ടും എഴുതി വെച്ചത് ഏതാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. E(x²) കണ്ടുപിടിക്കാൻ എന്താണ് ഫോർമുല നോക്കുക. E(x) കാണാനുള്ള ഈ ഫോർമുലയിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. E(x) കാണാനുള്ള ഫോർമുലയെ നമുക്ക് E(x²) കാണാനുള്ള ഫോർമുല ആക്കുമ്പോൾ E(x) ചോദിച്ചാൽ xi × pi-ൻ്റെ ടോട്ടലാണ് വേണ്ടത്. എന്നാൽ E(x²) ചോദിച്ചാൽ xi² × pi-ൻ്റെ ടോട്ടലാണ് വേണ്ടത്. piക്ക് സ്ക്വയർ വേണ്ട, xiക്ക് മാത്രം സ്ക്വയർ മതി. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് E(x²) ആണ് കാണേണ്ടത്. നേരത്തെ നമ്മൾ E(x) കാണാൻ 0 × 1/8, 1 × 3/8 ഇങ്ങനെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തതാണ്. അതിന് പകരം ഈ എക്സുകളെ ഒക്കെ ഒന്ന് സ്ക്വയർ എടുത്തിട്ട് വേണം ആ വർക്കുകൾ ചെയ്യാൻ. അപ്പോൾ 0² × 1/8 പ്ലസ് 1² × 3/8 പ്ലസ് 2² × 3/8 പ്ലസ് 3² × 1/8. ഇതാണ് E(x²) കണ്ടുപിടിക്കാനുള്ള വഴി. ഇനി ഇത് 0 × 1/8 എന്ന് പറഞ്ഞാൽ അത് 0 ആയി. 1² × 3/8 എന്ന് പറഞ്ഞാൽ 3/8 ആണ്. 2² 4 ആണ്. 4 × 3 12/8 ആണ്. 3² 9 ആണ്. 9 × 1 9/8 കിട്ടും. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് 3 + 9 12 + 12 24/8 കിട്ടും. 24/8ന് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 3 വരും. ഇതാണ് E(x²) അല്ലേ. ഇനി നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കണം. Therefore വേരിയൻസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഇതല്ലേ ഫോർമുല, വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. E(x²) E(x² നമുക്ക് കിട്ടി 3 മൈനസ് E(x)² E(x)ൻ്റെ സ്ക്വയർ. E(x) ഇതാ ഇവിടെ 1.5 വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അതല്ല നിങ്ങൾ 3/2 വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാൻ 3/2 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 3/2 E(x) മാത്രം പോരാ, അതിനൊരു സ്ക്വയർ ഇടണം. അങ്ങനെ ആകുമ്പോൾ ആൻസർ വരിക 3 മൈനസ് 3/2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9/4 വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 മൈനസ് 9/4 ആൻസർ 3/4. ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ റാൻഡം വേരിയബിളിൻ്റെ വേരിയൻസാണ് കിട്ടി. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ചിലപ്പോൾ നിങ്ങളോട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പറയും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സിനാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാം. അതൊക്കെ നമ്മൾ സ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങാനും ചോദിച്ചാൽ ഇവിടെ റൂട്ട് ഓഫ് 3/4 ആണ് വരിക. 3ൻ്റെ റൂട്ട് അതേപോലെ വെക്കുക, 4ൻ്റെ റൂട്ട് എടുത്താൽ 2 കിട്ടും. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരിക. അപ്പോൾ നമ്മളിവിടെ ഒരു റാൻഡം വേരിയബിൾ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കാനും പഠിച്ചു. ആ ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കാനും പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2018 മാർച്ച് പബ്ലിക് എക്സാമിന് വന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തന്നിട്ടുണ്ട്. റാൻഡം വേരിയബിൾ ഇതാ എക്സ്, ഇത്രയും റാൻഡം വേരിയബിൾസ് ഉണ്ട്, അതിൻ്റെയൊക്കെ പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിൽ കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ചോദ്യം. ചോദ്യങ്ങൾ ബാക്കി ഇവിടെ ഉണ്ട്. കെൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ബാക്കി എല്ലാ വർക്കുകളും ചെയ്യാൻ പറ്റുള്ളൂ. കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരേ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റീസ് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബബിലിറ്റീസ് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സിഗ്മ PI ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണം എപ്പോഴും. സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n ഓഫ് PI ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് കൂട്ടി നോക്കാം. K + 2K 3K 6K 10K 15K 22K 30K 39K 49K 50
72K ആണ് ടോട്ടൽ 1. 72K is equal to 1. Kൻ്റെ വാല്യൂ 1/72. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി 1/72 ആണ് കെയുടെ വാല്യൂ. കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് P of x greater than 3. എക്സ് ഗ്രേറ്റർ ദാൻ 3യുടെ പ്രോബിലിറ്റി കാണാനാണ്. അപ്പോൾ ഈ എക്സ് ഗ്രേറ്റർ ദാൻ 3 വരുന്നത് ഇതിനകത്ത് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്നത്. അപ്പോൾ P of x greater than 3യിൽ വരുന്നത് 11K plus 12K ആണ്. 11Kയും 12Kയും കൂടെ ചേർന്നതാണ്. ആൻസർ നമുക്ക് കിട്ടുക 23K എന്നാണ് കിട്ടുക. 23K എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നിർത്താൻ പാടില്ല. Kൻ്റെ വാല്യൂ 1/72 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമ്മൾ. ഈ 23Kയിൽ 1/72 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 23/72 എന്ന് കിട്ടും. റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തൽക്കാലം അങ്ങനെ നിർത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് 23/72. ഇനി അടുത്ത നമുക്ക് വേണ്ടത് P of -3 less than x less than 4. ഈ ഇൻഇക്വാലിറ്റിൻ്റെ മീനിങ് അറിയാലോ. -3 less than x less than 4 എന്ന് പറഞ്ഞാൽ -3 and 4 ഇതിൻ്റെ ഇടയിലാണ്, ബിറ്റ്വീൻ -3 and 4. അപ്പോൾ എക്സ് ബിറ്റ്വീൻ -3 and 4 വരുന്നത്. ബിറ്റ്വീൻ -3 എന്ന് പറയുമ്പോൾ -3 പാടില്ല, 4 എന്ന് പറയുമ്പോൾ അതും പാടില്ല. ഇത്രയും ഭാഗങ്ങൾക്കാണ് നമ്മൾ ബിറ്റ്വീൻ -3 and 4 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് കിട്ടാൻ ഇത്രയും സാധനങ്ങളാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ മൂന്നാമത്തേതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ആഡ് ചെയ്യേണ്ടത് 4K plus 5K plus 7K plus 8K plus 9K plus 10K ആണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9, 16, 24, 33, 43K എന്ന് കിട്ടും. Kൻ്റെ വാല്യൂ 1/72 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻസർ 43/72. അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. P of x less than 3. x less than 3 വരുന്നത് 3ൻ്റെ താഴോട്ട് ഇത്രയും ഭാഗങ്ങൾ. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി ചോദിക്കുമ്പം K plus 2K. ആൻസർ എത്ര വരിക? 3K ആണ് വരിക അല്ലേ. 3K എന്നുള്ളടത്ത് Kൻ്റെ വാല്യൂ 1/72 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3/72 എന്ന് കിട്ടും. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2018 എക്സാമിന് വന്നാണ്. ഇതുപോലെ Kൻ്റെ വാല്യൂ കാണുന്ന ക്വസ്റ്റ്യൻസ് പല എക്സാമുകൾക്കും നേരത്തെയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ടോപ്പിക്കാണ് ബെർണോളി ട്രയൽസ് ആൻഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതും ഞാൻ കഴിഞ്ഞ പാർട്ട് പറയുന്നത് പോലെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എ കോയിൻ ഈസ് ടോസ്ഡ് 10 times. ഈ ബെർണോളി ട്രയൽസിൻ്റെ ഈ ഭാഗം നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക. നമുക്ക് മാക്സിമം ഒരു കോയിന് 3 പ്രാവശ്യം ടോസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് സാധാരണ വരാറുള്ളത്. ഇത് അതിനേക്കാൾ കുറേ 10 times ഇങ്ങനെ കുറേ ട്രയൽസ് ഒക്കെ വരുന്നതിന് നമ്മൾ ബെർണോളി ട്രയൽസ് വെച്ചിട്ട് വേണം ചെയ്യാൻ. 10 times ടോസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ച്വലി 6 tails കിട്ടാനുള്ള പോസിബിലിറ്റി എത്ര? അറ്റ്ലീസ്റ്റ് 6 tails കിട്ടാനുള്ള പോസിബിലിറ്റി എത്ര? ഇത്രയാണ് ചോദ്യമുള്ളത്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ഒരു കോയിന് കുറേ പ്രാവശ്യം ടോസ് ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് കുറേ പ്രാവശ്യം ചെയ്യുന്നതിനാണ് നമ്മൾ ഇതിൻ്റെ നമ്പർ ഓഫ് ട്രയൽസ് എന്നാണ് പറയുക. നമ്പർ ഓഫ് ട്രയൽസിനെ നമ്മൾ n കൊണ്ടാണ് ബെർണോളി ട്രയൽസിൽ യൂസ് ചെയ്യുക. പിന്നെ ഈ ബെർണോളി ട്രയൽസിൽ 2 റിസൾട്ടുകളെ പാടുള്ളൂ. 2 റിസൾട്ട് പറയുമ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഉള്ള 2 റിസൾട്ട് അല്ല. ഒരു കോയിൻ 10 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ റിസൾട്ടുകളുണ്ട്. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 റിസൾട്ട് ഉണ്ടല്ലോ. പക്ഷേ 2 റിസൾട്ടുകളെ ബെർണോളി ട്രയൽസിൽ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഉള്ള റിസൾട്ടിനെ നമ്മൾ 2 ആക്കി മാറ്റും. അതിൻ്റെ പേര് സക്സസ്, ഫെയിലിയർ എന്നിങ്ങനെ 2 ആക്കിയിട്ട് മാറ്റും. അപ്പോൾ നമ്പർ ഓഫ് ട്രയൽസിനെ n കൊണ്ട് സൂചിപ്പിക്കുന്നു. പിന്നെ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ P ആണ്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ ഈച്ച് ട്രയൽ. ഓരോ പ്രാവശ്യവും സക്സസ് കിട്ടാനുള്ള പ്രോബിലിറ്റി. 10 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യവും സക്സസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സക്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ച ടെയിൽസിനെ കുറിച്ചാണ് ചോദ്യം. അപ്പോൾ ടെയിൽസ് കിട്ടുന്നതിനെ നമ്മൾ സക്സസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഫെയിലിയർ എന്തായിരിക്കും? ഹെഡ് കിട്ടുന്നത് ഫെയിലിയറും. ഇവിടെ Q എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ഇൻ ഈച്ച് ട്രയൽ. പിന്നെ ഇവിടെ ഒരു ലെറ്ററും കൂടെ എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ്. എക്സ് എന്ന് പറഞ്ഞാൽ ഒരു റാൻഡം വേരിയബിൾ ആണ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചത്. അപ്പോൾ അതിനെ നമ്മൾ എക്സ് കൊണ്ടാണ് സൂചിപ്പിക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ്
സക്സസസ്, വിജയങ്ങളുടെ എണ്ണം. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ഫോർമുല ഇതാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ ഫോർമുലയാണ് പി ഓഫ് എക്സ്. അതായത് എക്സ് എന്ന് പറയുമ്പോൾ ഈ ബൈനോമിയൽ ഈ ബെർണോളി ട്രയൽസിൽ നമ്മൾ എക്സ് എന്ന് പറയുമ്പോൾ വേഗം നമ്പർ ഓഫ് സക്സസ് എക്സ് ആവാനുള്ള പ്രോബബിലിറ്റി NCX ഇൻറ്റു P⁻x ഇൻറ്റു Q⁻n-x. ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം. ആദ്യം നമ്മൾ എക്സ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എക്സാക്ട്ലി നമുക്ക് 6 ട്രയൽ കിട്ടണം, 6 ടെയിൽ കിട്ടണം. അപ്പോൾ നമുക്ക് ടെയിൽ കിട്ടുന്നതിനെ നമുക്ക് സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ടെയിൽ കിട്ടുന്നത് സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സക്സസുകളുടെ എണ്ണം 6 ആവാനുള്ള പോസിബിലിറ്റിയാണ് ആദ്യം ചോദിച്ചത്. സക്സസുകളുടെ എണ്ണം 6 ആവാനുള്ള പോസിബിലിറ്റി, അതായത് 10 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ 6 പ്രാവശ്യവും നമ്മൾ ജയിക്കണം, അതായത് ടെയിൽ കിട്ടണം. അതിനുള്ള പോസിബിലിറ്റി ചോദിച്ചാൽ n ഇവിടെ 10 ആണ്. 10 ട്രയൽസ് ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ 10 ഇൻറ്റു സി ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് ഈ ക്വസ്റ്റ്യനിൽ 6 ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ ഈച്ച് ട്രയൽ. ഓരോ പ്രാവശ്യവും സക്സസ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഓരോ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പം ഓരോ തവണയും ടെയിൽ കിട്ടാനുള്ള പോസിബിലിറ്റി എത്രയാണ്? ഒരു പ്രാവശ്യം ചെയ്യുമ്പം ടെയിൽ കിട്ടാനുള്ള പോസിബിലിറ്റി 1/2 ആണ്. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ 1/2 കൊടുത്തു പീൻ്റെ വാല്യൂ. P⁻x ഉണ്ട്, എക്സിൻ്റെ വാല്യൂ 6 ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ ഫെയിലിയർ കിട്ടാനുള്ള പ്രോബിലിറ്റി. സക്സസ് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2 ആണെങ്കിൽ ഫെയിലിയർ കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2 ആയിരിക്കും. കാരണം സക്സസിൻ്റെ പ്രോബിലിറ്റിയും ഫെയിലിയറിൻ്റെ പ്രോബിലിറ്റിയും കൂടെ കൂട്ടിയാൽ, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, പിയും ക്യൂവും കൂട്ടിയാൽ 1 കിട്ടുക. കാരണം ആകെ 2 റിസൾട്ട് അല്ല നമുക്ക് ബെർണോളി ട്രയൽസിലുള്ളത്, സക്സസും ഫെയിലിയറും. അപ്പോൾ 2 റിസൾട്ട് ആകുമ്പോൾ ആ 2 റിസൾട്ടുകളുടെ പ്രോബിലിറ്റി കൂട്ടിയാൽ 1 കിട്ടുക. അപ്പോൾ സക്സസിൻ്റെ പ്രോബിലിറ്റി 1/2 ആകുമ്പോൾ ഫെയിലിയറിൻ്റെ പ്രോബിലിറ്റി 1 എന്ന് 1/2 കുറച്ചാൽ അതും 1/2 ആണ് കിട്ടുക. അപ്പോൾ അവിടെയും 1/2 കൊടുത്തതിന് ശേഷം n-x ആണ്. n 10, അപ്പോൾ 10 - 6 വരും. അപ്പോൾ ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി വർക്ക് നോക്കാം. 10C6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി. കോമ്പിനേഷൻ ഏകദേശം 210 കിട്ടും, നമുക്ക് 210 കിട്ടും. ഇൻറ്റു 1/2⁶ എന്ന് പറയുമ്പോൾ 1⁶ എന്ന് പറഞ്ഞാൽ 1 ആണ്. 2⁶ ഞാൻ അതേപോലെ എഴുതി. ഇൻറ്റു ഇവിടെ 1/2⁴ അല്ലേ വരിക. ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടും. അപ്പോൾ 1⁴ വാല്യൂ 1, 2⁴ ഞാൻ അതേപോലെ എഴുതി. ഇപ്പം ന്യൂമറേറ്ററിൽ 210 ഇൻറ്റു 1 ഇൻറ്റു 1 210 കിട്ടും. താഴെ 206 ഇൻറ്റു 204 ആൻസർ 210 കിട്ടും. ഇങ്ങനെ വെച്ച് നിർത്താൻ, ബാക്കി കാൽക്കുലേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാണ് എക്സാക്ട്ലി 6 ടെയിൽസ് കിട്ടാനുള്ള പോസിബിലിറ്റി. നെക്സ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട്. എ മാൻ നോൺ ടു ബി സ്പീക്ക് ട്രൂത്ത് 3 out of 4 times. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്, പക്ഷേ എക്സാമിന് 1-2 പ്രാവശ്യം പബ്ലിക് എക്സാമിന് വന്നിട്ടുണ്ട്. He throws a die and reports that the result is 6. Find the probability that it is actually a 6. ക്വസ്റ്റ്യൻ്റെ കണ്ടന്റ് ഇതാണ്. ഒരാൾ 4-3 പ്രാവശ്യം സത്യം പറയും, ട്രൂത്ത് പറയും, 3 out of 4 times. അങ്ങനെയുള്ള ഒരാൾ ഒരു ഡൈ ത്രോ ചെയ്തിട്ട് പറയുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു, റിസൾട്ട് 6 ആണെന്ന്. ചിലപ്പോൾ അത് ശരിയായിരിക്കാം, ചിലപ്പം കളവ് പറയലായിരിക്കാം. അയാൾ ഫുൾ ടൈം സത്യം പറയുന്ന ആളല്ല, 3 out of 4 ആണ് ട്രൂത്ത് പറയുന്നത്. അപ്പോൾ ആ റിസൾട്ട് ആക്ച്വലി 6 ആവാനുള്ള പ്രോബബിലിറ്റി എത്ര? ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടത്, ഇത് ബേസ് തിയറത്തിൻ്റെ പാർട്ടിൽ നിന്ന് വരുന്നൊരു ചോദ്യമാണ്. നമുക്ക് അവിടെയുള്ള ഇവൻറ്റുകളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്താൽ, അയാൾ 6 എന്ന് റിപ്പോർട്ട് ചെയ്തു എന്നതൊരു ഇവൻ്റാണ്. അപ്പോൾ റിപ്പോർട്ടിംഗ് ദ റിസൾട്ട് ഈസ് 6 ഞാൻ അതിനൊരു ഇവൻ്റായിട്ട് എടുത്തു. പിന്നെ ആ ഒരു എക്സ്പെരിമെൻറ്റിലുള്ള റിസൾട്ടുകൾ, ഇവൻറ്റുകൾ നമ്മളൊരു ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 6 കിട്ടാം, 6 അല്ലാത്തതും കിട്ടാം. ഇവിടെ 6നെ സംബന്ധിച്ചാണ് ചോദ്യം. അപ്പോൾ 6 അല്ലാത്ത ഓരോന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗെറ്റിംഗ് എ 6നെ ഒരു റിസൾട്ടായിട്ട് എടുത്തു, ഒരു ഇവൻ്റ് ആയിട്ട് എടുത്തു. ഗെറ്റിംഗ് എ നോൺ 6 അല്ലാത്ത നമ്പർ കിട്ടുന്നതിനെ ഞാൻ വേറെ ഒരു ഇവൻ്റായിട്ടും എടുത്തു. അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 ഇവൻറ്റുകൾ ഉണ്ടാക്കിയത്, അയാൾ 6 എന്ന് റിപ്പോർട്ട് ചെയ്തതിനെ ഞാനൊരു ഇവൻ്റാക്കി, യഥാർത്ഥത്തിൽ 6 കിട്ടുന്നതിന് ഒരു ഇവൻ്റാക്കി, 6 അല്ലാത്തൊരു നമ്പർ കിട്ടുന്നതിന് ഒരു ഇവൻറ്റും ആക്കി. ബേസ് തിയറത്തിൻ്റെ പ്രത്യേകത ഇതിൽ ഒരെണ്ണം എ ആണ് അല്ലേ. ആർക്കാ എ കൊടുക്കുക? കഴിഞ്ഞ ഒരു 2 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു. എ കൊടുക്കുക ഒക്കർ ചെയ്ത് കഴിഞ്ഞ ഇവൻറ്റിന്. എന്താ ഇവിടെ ഒക്കർ ചെയ്തത്? ഈ 3 എന്താണ് നടന്നു കഴിഞ്ഞ ഇവൻ്റ് എന്ന് ഒന്ന് പറയാൻ പറ്റുമോ?
ക്വസ്റ്റ്യൻ വായിച്ചാൽ കിട്ടും ഏത് ഇവൻ്റാണ് നടന്നത്. ഹി റിപ്പോർട്ട്സ് ദാറ്റ് ദ റിസൾട്ട് ഈസ് 6. അയാൾ റിസൾട്ട് 6 ആണെന്ന് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ ഇവൻ്റ് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞ ഇവൻറ്റിന് നമ്മൾ എന്താ കൊടുക്കുക? എ എന്നല്ലേ കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള രണ്ടെണ്ണത്തിന് നമ്മൾ പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസിലെ 2 ഇവൻറ്റുകളാക്കിയിട്ടെടുക്കും. E1 ഉം E2 ആയിട്ടെടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം ഇതാണ്, ഇതിൽ എ സംഭവിച്ചു കഴിഞ്ഞു എങ്കിൽ ആക്ച്വലി 6 കിട്ടാനുള്ള പോസിബിലിറ്റി എത്ര? ഇതിൻ്റെ പ്രോബബിലിറ്റി ആണ് കാണേണ്ടത്. കണ്ടീഷൻ ഇതാണ് ഒക്കർ ചെയ്തത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് P of E1 അണ്ടർ ദ കണ്ടീഷൻ എ ആണ് കാണേണ്ടത്. ബേസ് തിയറത്തിൽ നമുക്കറിയാം, താഴെ നമ്മൾ കൊടുക്കുക 2 കാര്യങ്ങൾ കൊടുക്കും അല്ലേ. താഴത്ത് 2 പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് ഉള്ളതുകൊണ്ട് നമ്മൾ P of E1 into P of A given E1 plus P of E2 into P of A given E2. ഇനി ഇതിൽ ആരെ മേലോട്ട് കയറ്റിയിടുക? E1 ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മേലോട്ട് കയറ്റിയിടുക P of E1 into P of A bar E1 മേലോട്ട് കയറ്റിയിടും. ഇനി ഇതിലേക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. P of E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റിംഗ് എ 6, ഒരു ഡൈ ത്രോ ചെയ്യുന്ന 6 കിട്ടാനുള്ള പോസിബിലിറ്റി. അത് സിമ്പിളാണ്. 6 കിട്ടാനുള്ള പോസിബിലിറ്റി 1/6. 6 റിസൾട്ടിൽ ഒരെണ്ണമാണ് 6 കിട്ടുക. അപ്പോൾ 1/6 ഇൻറ്റു എ ബാർ E1. അതായത് E1 എന്നുള്ള ഇവൻ്റ് സംഭവിച്ചതിന് ശേഷം, അപ്പോൾ ഓർക്കേണ്ടതാണ് 6 ആക്ച്വലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എയുടെ പ്രോബിലിറ്റി. എ എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പോർട്ടിംഗ് ദ റിസൾട്ട് ഈസ് 6. 6 കിട്ടിയതിൻ്റെ ശേഷം അയാൾ 6 എന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 6 കിട്ടിയതിന് ശേഷം 6 എന്ന് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പം അയാൾ ട്രൂത്ത് പറഞ്ഞു എന്നാ, സത്യം പറഞ്ഞു എന്ന് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ ഇതിൻ്റെ മീനിങ് പോകുന്നത് എങ്ങോട്ടാ? ആക്ച്വലി 6 കിട്ടിയതിന് ശേഷം അയാൾ 6 എന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത, അതായത് അയാൾ സത്യം പറയാനുള്ള സാധ്യത. സത്യം പറയാനുള്ള സാധ്യത അതാ ഇവിടെ ഉണ്ട്. 3 out of 4 ആണ്. അതായത് 3/4 ആണ് അയാൾ ട്രൂത്ത് പറയാനുള്ള പോസിബിലിറ്റി. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് അയാൾ സത്യം പറയാനുള്ള സാധ്യത ഡിവൈഡഡ് ബൈ. ഇനി താഴത്ത് അതേ സംഭവം വീണ്ടും വരുന്നു. 1/6 ഇൻറ്റു 3/4 പ്ലസ്. ഇനി P of E2 എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എ നോൺ 6. നോൺ 6 കിട്ടാനുള്ള സാധ്യത, 6 അല്ലാത്ത നമ്പർ കിട്ടാനുള്ള സാധ്യത എത്ര? 6 അല്ലാത്ത നമ്പർ 5 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബിലിറ്റി 5/6 ഇൻറ്റു ആഫ്റ്റർ ഒക്കറിങ് E2 പോസിബിലിറ്റി ഓഫ് എ. 6 അല്ലാത്ത ഒരു നമ്പർ കിട്ടിയതിന് ശേഷം 6 എന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത. 6 അല്ലാത്ത നമ്പർ കിട്ടിയിട്ട് അയാൾ 6 എന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ചോദിച്ചാൽ അയാൾ കളവ് പറയാനുള്ള സാധ്യതയാണ്. കളവ് പറയാനുള്ള സാധ്യത, സത്യം പറയാനുള്ള സാധ്യത 3/4 ആണെങ്കിൽ അയാൾ തെറ്റ് പറയാനുള്ള സാധ്യത 1/4 ആയിരിക്കുമല്ലോ വരിക. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് 1/4. ഇതിൻ്റെ ബാക്കി വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3/24 കിട്ടും. 3/24 താഴത്തൊരു 3/24 വേറെ വരും. പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5/24 കിട്ടും. അപ്പോൾ ഒക്കെ 24 ആയതുകൊണ്ട് വർക്ക് സിമ്പിൾ ആയിരിക്കും. എന്നിങ്ങോട്ട് മാറ്റിയതാണ് 3/24 താഴത്ത് 8/24. ഇതിൽ 24 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3/8 ആണ് പോസിബിലിറ്റി വരിക. 3/8. നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. വീഡിയോ പല പ്രാവശ്യങ്ങളായിട്ട് കണ്ടിട്ട് ഓരോ ഭാഗം പോസ്റ്റ് ചെയ്ത് അങ്ങനെ കണ്ടിട്ട് പഠിച്ചു വെക്കുക. ഒരു ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട്. A die is thrown 6 times. Getting an odd number is considered as a success. Find the probability of 5 successes, at least 5 successes. ഇത് ഒരു ഡൈ 6 പ്രാവശ്യമൊക്കെ ടോസ് ചെയ്യുക എന്ന് പറയുന്നത് കുറേ പ്രാവശ്യമായി അപ്പോൾ അല്ലേ. അപ്പോൾ ഇത് ബെർണോളി ട്രയൽസ് ആണ്. അപ്പോൾ ആ 6 എന്നുള്ളത് നമ്പർ ഓഫ് ട്രയൽസ് ആണ്. നമ്മൾ ബെർണോളി ട്രയൽസിന് എന്നിന് കൊടുക്കുന്ന ലെറ്റർ, എന്നാണ് നമ്പർ ഓഫ് ട്രയൽസ് കൊണ്ട് സൂചിപ്പിക്കുക. നമ്പർ ഓഫ് ട്രയൽസ് 6 ആണ്. ഇനി നമുക്കിതിൽ വേണ്ടത് ഓഡ് നമ്പർ കിട്ടുന്നത് സക്സസ് ആണ്. ഓഡ് നമ്പർ കിട്ടുന്നത് സക്സസ് ആകുമ്പോൾ P എന്ന് പറയുന്നത് നമുക്കറിയാലോ, പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ ഈച്ച് ട്രയൽ. ഓരോ പ്രാവശ്യവും സക്സസ് കിട്ടാനുള്ള പ്രോബിലിറ്റി, അതായത് ഓരോ പ്രാവശ്യം ഡൈ ത്രോ ചെയ്യുമ്പോഴും സക്സസ് കിട്ടാനുള്ള പ്രോബിലിറ്റി, ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി, ഓഡ് നമ്പർ 3 എണ്ണം ഉള്ളത് അല്ലേ, 1ഉം 3ഉം 5ഉം. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി 3/6 ആണ് വരിക. 3/6 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 കിട്ടും. അങ്ങനെ ആകുമ്പോൾ ഫെയിലിയർ കിട്ടാനുള്ള പ്രോബിലിറ്റി കാണാൻ 1 P കുറച്ചാൽ മതി. അതായത് 1 1/2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു 1/2 തന്നെ ഫെയിലിയർ കിട്ടാനുള്ള പ്രോബിലിറ്റിയും കിട്ടി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഒരു ലെറ്റർ എക്സ് ആണ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ സക്സസുകളുടെ എണ്ണമാണ്. നമ്പർ ഓഫ് സക്സസസ്.
നമ്പർ ഓഫ് സക്സസസ് ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ 5 സക്സസ്സാണ് ചോദിച്ചത്, ഇതിൽ അറ്റ്ലീസ്റ്റ് 5 ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആൻസർ ഒന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ആൻസർ വരിക പി ഓഫ് എക്സ് ഈക്വൽ ടു 5 അല്ലേ. എക്സ് ഈക്വൽ ടു 5 എന്ന് പറയുമ്പം സക്സസുകളുടെ എണ്ണം 5 എണ്ണം ആകാനുള്ള പോസിബിലിറ്റി. എൻ സി എക്സ് ഇൻറ്റു പി റൈസ് ടു എക്സ് ഇൻറ്റു ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്, ബൈനോമിയൽ തിയറത്തിലെ ഫോർമുല. അപ്പോൾ ഇവിടെ നമ്മൾ എന്നിന് 6 കൊടുത്തു, സി എക്സ് സക്സസിൻ്റെ എണ്ണം 5 ഇൻറ്റു പി എന്ന് പറയുമ്പോൾ 1/2 റേസ് ടു 5 സക്സസ്, ക്യൂ എന്ന് പറഞ്ഞാൽ വീണ്ടും 1/2 റേസ് ടു എൻ മൈനസ് 6, അതായത് 6ൽ നിന്ന് 5 കുറച്ചത് എൻ മൈനസ് എക്സ്, 6ൽ നിന്ന് 5 കുറച്ചത് 1. 6C5ൻ്റെ വാല്യൂ വരിക 6C5 എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 5 ടൈംസ് എഴുതിയിട്ട്, കാൽക്കുലേറ്റർ അല്ലാതെ ചെയ്യുന്ന പറയുന്നത് 6 മുതൽ താഴോട്ട് 5 ടൈംസ് എഴുതിയിട്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പെർമ്യൂട്ടേഷൻ ആണ് ആവുക. ഇതിലേക്ക് ഒരു 5 ഫാക്ടോറിയലും കൂടെ നമ്മൾ ചേർക്കണം. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ 6 കിട്ടും. 6 ഇൻറ്റു 1/2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 1/2 റേസ് ടു 5, 1/2 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 1/2 റേസ് ടു 1. ആൻസർ ന്യൂമറേറ്ററിൽ 6 അല്ലേ. 6 ഇൻറ്റു 1 ഇൻറ്റു 1 6, 2 റേസ് ടു 5ഉം 2 റേസ് ടു 1ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 റേസ് ടു 6. ഇതാണ് 5 സക്സസ് കിട്ടാനുള്ള. അതിലെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 5 സക്സസ് എന്നായിരുന്നു. അറ്റ്ലീസ്റ്റ് 5 സക്സസ് എന്ന് പറയുമ്പം 6 ട്രയലിൽ മിനിമം 5 എണ്ണം എന്ന് പറയുമ്പം 5 സക്സസ് ഉള്ളതും എടുക്കാം, 6 സക്സസ് ഉള്ളതും എടുക്കാം. പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. 6 ട്രയലാണ് ആകെ ചെയ്യുന്നത്. അതിൽ 5 ട്രയലിലെങ്കിലും സക്സസ് കിട്ടണം, അറ്റ്ലീസ്റ്റ് 5 സക്സസ്. അപ്പോൾ 5ൽ താഴെ എക്സിൻ്റെ വാല്യൂ വരാൻ പാടില്ല, 5ഉം അതിൻ്റെ മേലെയും വരാം. മേലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ട്രയലാണ് മാക്സിമം ഉള്ളത്. അപ്പോൾ 5 സക്സസ് ഉള്ളതും വരും, 6 സക്സസ് ഉള്ളതും വരും. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 5ഉം നമുക്ക് വേണം, പി ഓഫ് എക്സ് ഈക്വൽ ടു 6ഉം വേണം. ഇതിൽ നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു 5 എന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റനിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. 6/2 റേസ് ടു 6 ആണ് വരുന്നത്. ഇനി ഇത് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. ഇത് നമുക്കൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ എൻ സി എക്സിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്നിന് 6C6 ഇൻറ്റു 1/2 റേസ് ടു 6 ഇൻറ്റു 1/2 റേസ് ടു 6 മൈനസ് 6, എന്നിൻ്റെ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6C6 എന്ന് പറയുമ്പോൾ ആൻസർ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1/2 റേസ് ടു 6 എന്ന് പറഞ്ഞാൽ 1/2 റേസ് ടു 6 ഇൻറ്റു 1/2 റേസ് ടു 0 ആണ് അവിടെ വരിക. 1/2 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ആൻസർ 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക ന്യൂമറേറ്ററിൽ 1, താഴെ 2 റേസ് ടു 6. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2 റേസ് ടു 6. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 2 റേസ് ടു 6 ആണ്. മേലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടും. അപ്പോൾ സക്സസുകളുടെ എണ്ണം 5 ഉള്ളതും സക്സസുകളുടെ എണ്ണം 6 ഉള്ളതും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് സബ് ക്വസ്റ്റിൻ്റെ ആൻസർ ആണ്. അത് രണ്ടും കൂടെ ചേർന്നാൽ അറ്റ്ലീസ്റ്റ് 5 സക്സസിൻ്റെ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററിൽ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് വന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കൂടുതൽ പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ മറ്റൊരു ചാപ്റ്ററുമായിട്ട് റിവിഷനുമായിട്ട് വരുന്നത് വരേക്കും തൽക്കാലം ഞാൻ ഇവിടെ വാങ്ങുന്നു. താങ്ക് യു.